ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി CPIM വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം K. പുഷ്പജ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി T. P. ഗോപാലൻ, R. ബാലറാം, P. K. ശശി, P. C. സുരേഷ്, T. C. രമേശൻ എന്നിവർ സംസാരിച്ചു. സദസ്സിന് മുന്നോടിയായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മറുദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള വിനോദസഞ്ചാരക്കാർ അവിടെ വരുന്നുണ്ട്. അവർക്ക് സംരക്ഷണം വേണ്ടേ? സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകാരെ സാധാരണ നിലയിൽ തന്നെ ശ്രദ്ധിക്കാൻ പോലീസ് ഉണ്ടാവില്ലേ? ജമ്മു കാശ്മീര് സ്റ്റേറ്റ് പ്രത്യേക പദവി എടുത്തു കളഞ്ഞെങ്കിലും അവിടെ സ്റ്റേറ്റ് ഭരണമുണ്ട്. പക്ഷെ അവിടുത്തെ പോലീസ് ക്രമസമാധാനത്തിന്റെ പൂർണ്ണ ചുമതല കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ് അമിത്ഷായുടെ പോലീസ് അവിടെ വേണ്ടേ? അവരവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഇന്റലിജൻസ് ഇല്ലേ? അതിന്റെ മേലെയുള്ള രഹസ്യ വിഭാഗം, പോലീസിന്റെ കേന്ദ്ര വിഭാഗം എത്ര പേരുണ്ട്? അവർക്കാർക്കും ഇതിനെ സംബന്ധിച്ചൊന്നും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കൊരു അനുഭവം മാത്രമല്ല, 2019 പുൽവാമ ഭീകരാക്രമണം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? ആ 2019 പുൽവാമ ഭീകരാക്രമണം ഇതേ രീതിയിലല്ലേ? ആ പുൽവാമ ഭീകരാക്രമണം നടന്നപ്പോ BJPയുടെ നേതാവും അന്നത്തെ അവിടുത്തെ ഗവർണറുമായ സത്യപാൽ മാലിക് കുറെ കഴിഞ്ഞേരാണ്. അദ്ദേഹം വളരെ പരസ്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? സുരക്ഷ വീഴ്ചയാണ് അവിടുത്തെ സംഭവം. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ സന്ദർഭത്തില് ഇന്ത്യൻ പാർലമെന്റിനകത്തും രാജ്യസഭക്കകത്തല്ല പുൽവാമ ഭീകരാക്രമണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് നടന്നതാണെന്ന ആരോപണം അതിശക്തമായി കേന്ദ്രഭരണത്തിനും BJPക്കും എതിരായി ഉയർന്നിരുന്നു. കൃത്യമായ മറുപടി അന്ന് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മറ്റുള്ളവർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നടന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ അനുഭവം നിൽക്കുമ്പോഴാണ് രണ്ടാമത് പഹൽഗാം ബൈസരൻ താഴ്വരക്കകത്ത് ഈ തരത്തിലുള്ള ഒരു ഭീകരാക്രമണം, ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന 27 മനുഷ്യ സഹോദരങ്ങളുടെ ജീവൻ സ്പോട്ടിൽ നിന്ന് കവർന്നെടുത്തിട്ടുള്ള സംഭവം ഉണ്ടായത്. ആ സംഭവത്തിന് തീർച്ചയായും അതിന് ഉത്തരവാദിത്വം ഇന്ന് ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കില്ലേ? മാനവികതയെ ഉയർത്തിക്കാട്ടാൻ ഭീകരവാദം കൊടിയട്ടെ. CPIM സിന്ദാബാദ്. കാശ്മീരിലെ കൂട്ടക്കൊലകൾ
CPIM സിന്ദാബാദ് ഭീകരവിരുദ്ധ സദസ്സ് സിന്ദാബാദ് രാജ്യദ്രോഹികൾ ഭീകരവാദികൾ രാജ്യദ്രോഹികൾ ഭീകരവാദികൾ നാടിനെ ചുരുക്കാനായി ഭീകരവാദം തുലയട്ടെ മാനവികത പുലരട്ടെ സാമ്രാജ്യത്വം തുലയട്ടെ